Dear students, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഫയൽ എന്ന ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ കട്ട് ഫയലുകളെയും ഡബിൾ കട്ട് ഫയലുകളെയും തരംതിരിച്ച രീതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഷേപ്പ് ഓഫ് ദ ഫയൽ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഫയലിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയലുകൾ വീണ്ടും ഒരുപാടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതിൽ കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് ഫയൽ, ഹാൻഡ് ഫയൽ, സ്ക്വയർ ഫയൽ, പില്ലർ ഫയൽ, റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, നൈഫ് എഡ്ജ് ഫയൽ. ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഫയലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് ഫയൽ എന്നും ഹാൻഡ് ഫയൽ, പില്ലർ ഫയൽ, സ്ക്വയർ ഫയൽ. നമുക്ക് ആ പേരിൽ തന്നെ ഏകദേശം മനസ്സിലാവും. സ്ക്വയർ ഫയൽ, അതുപോലെ റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, പിന്നെ നൈഫ് എഡ്ജ് ഫയൽ. ആ ഒരു പേരിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഷേപ്പിനനുസരിച്ചുള്ള ഫയലുകളെ അതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ തന്നെ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫ്ലാറ്റ് ഫയലിനെ കുറിച്ചാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നൊരു ഫയലാണ് ഫ്ലാറ്റ് ഫയൽ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ഫയൽ. എന്താ പറയുന്നത്, ഫിറ്റിംഗ് വർക്ക്ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലാറ്റ് ഫയലാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ ഏതാണ്, ഫ്ലാറ്റ് ഫയലാണ്. അതിൽ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദേ ആർ ഓൾവേസ് ഡബിൾ കട്ട് ഓൺ ദ ഫേസസ് ആൻഡ് സിംഗിൾ കട്ട് ഓൺ ദ എഡ്ജസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിംഗിൾ കട്ട് ഫയൽ എന്നും ഡബിൾ കട്ട് ഫയൽ എന്താണെന്നും. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഫയൽ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഫേസിൽ അതിന് എപ്പോഴും എത്ര കട്ട് ഉണ്ടായിരിക്കും, ഡബിൾ കട്ടായിരിക്കും. ഫ്ലാറ്റ് ഫയലിന് എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഫേസിൽ ഡബിൾ കട്ടായിരിക്കും, അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്ന ഭാഗത്തിൽ സിംഗിൾ കട്ടുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് ഫയലാണ്. ഇപ്പോൾ ഇതിൽ ഹാൻഡിലില്ലാത്തൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്തുണ്ടായിരിക്കും, ഒരു ഹാൻഡിൽ കൂടി ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ. അപ്പോൾ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3 ഫയലുകൾ എന്താണ്, ഡബിൾ കട്ടാണ്. അപ്പോൾ ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ഫേസിൽ ഡബിൾ കട്ടായിരിക്കും, അതിൻ്റെ എഡ്ജിൽ എന്തായിരിക്കും, സിംഗിൾ കട്ടും ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഹാൻഡ് ഫയലാണ്. ഹാൻഡ് ഫയൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദിസ് ഈസ് പാരലൽ ഇൻ ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് ടാപ്പേർഡ് ഇൻ തിക്നെസ്. എന്താ പറയുന്നത്, ഒരു ഹാൻഡ് ഫയൽ എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് എപ്പോഴും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതിൻ്റെ തിക്നെസ് എന്ത് ചെയ്യും, തിക്നെസ് അറ്റത്തേക്ക് എത്തും തോറും ടാപ്പേഡായിട്ട് കുറഞ്ഞ് വരുന്ന രീതിയിലാണ് ഹാൻഡ് ഫയൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഹാൻഡ് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഫ്ലാറ്റ് സർഫസ്. ഹാൻഡ് ഫയൽ എന്ന് പറയുന്ന ആ ടൂള് ഉപയോഗിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ്, നമ്മുടെ വർക്ക് പീസിൻ്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹാൻഡ് ഫയൽ എന്ന ടൂള് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിത്രത്തിലൊരു ഹാൻഡ് ഫയലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫയലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഹാൻഡിലുണ്ട്, ഒരു ഷോൾഡർ എന്ന ഭാഗമുണ്ട്, ടാങ്ക് എന്നൊരു ഭാഗം കാണാൻ പറ്റും. അവിടെ ഫെറൂൾ എന്നൊരു ഭാഗമുണ്ട്. ഫെറൂൾ എന്ന ഭാഗം യൂസ് ചെയ്യുന്നത് ഹാൻഡിലിനെ ഷോൾഡറിൽ അഥവാ ടാങ്കിൽ എന്ത് ചെയ്യാണ്, ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഫെറൂൾ എന്നുള്ളൊരു ഭാഗം. പിന്നെ ഹീൽ എന്നൊരു പോർഷൻ ഉണ്ട്. ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൻ്റെ ഫേസിൽ ടീത്ത് കട്ട് ചെയ്യാത്ത ഭാഗമാണ് ഹീല്. പിന്നെ എഡ്ജ് കാണാൻ പറ്റും. സൈഡ് അഥവാ ഫേസ്, സൈഡിൻ്റെ മറ്റൊരു പേരാണ് ഫേസ്. ആ ഫേസിലാണ് എന്ത് ചെയ്യുക, ടീത്തുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ചില ഫയലുകളിൽ സിംഗിൾ കട്ട് ടീത്തായിരിക്കാം, ചില ഫയലുകളിൽ ഡബിൾ കട്ട് ടീത്തായിരിക്കാം. പിന്നീട് നമുക്ക് ഒരു ടിപ്പ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിപ്പ് മുതൽ ഹീല് വരെയുള്ള നീളമാണ് എന്ത്, ഒരു ഫയലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് അഥവാ ഫയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ടിപ്പ് മുതൽ അഥവാ പോയിന്റ് മുതൽ ഹീല് വരെയുള്ള നീളം. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് സ്ക്വയർ ഫയലാണ്. സ്ക്വയർ ഫയൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ്, ദിസ് ഈസ് സ്ക്വയർ ഇൻ ക്രോസ് സെക്ഷൻ. ഒരു സ്ക്വയർ ഫയലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും. ആ പേരും തന്നെ നമുക്ക് എന്താണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്താണെന്ന് ഊഹിക്കാൻ പറ്റും. അതിൽ അടുത്ത പോയിന്റ് നോക്കാം. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ഫയലിംഗ് സ്ക്വയർ കോർണേഴ്സ്, എൻലാർജിങ് സ്ക്വയർ ഓർ റെക്ടാങ്കുലർ ഓപ്പണിങ്സ് ആസ് സ്പ്ലൈൻസ് ആൻഡ് കീവേസ്. എന്താണ് പറയുന്നത്, ഒരു സ്ക്വയർ ഫയൽ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള കോർണറുകൾ, സ്ക്വയർ ആയിട്ടുള്ള മൂലകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, ചതുരത്തിലുള്ള മൂലകളൊക്കെ ഉണ്ടായിരിക്കും. അത് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ഒരു ചെറിയൊരു സ്ക്വയറിനെ വലുതാക്കുന്നതിന് വേണ്ടി എൻലാർജിങ് എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻലാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സ്മോൾ സൈസിലുള്ള സ്ക്വയർ ആണെങ്കിൽ അതിനെ ഫയൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ ഫയൽ യൂസ് ചെയ്തിട്ട് അതിനെ എൻലാർജ് ചെയ്യാൻ പറ്റും. സ്ക്വയറിനെയും അതുപോലെ റെക്ടാങ്കുലറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻലാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ കീവേസ്, ചെറിയ കീവേകൾ, സ്പ്ലൈൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ എൻലാർജ് ചെയ്യാനും ഓപ്പണിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ക്വയർ ഫയൽ എന്ന ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളൊരു സ്ക്വയർ ഫയലാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഷേപ്പും മനസ്സിലാവും. ഫ്ലാറ്റ് ഫയലിൻ്റെ അത്ര വീതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല.
എന്തായിരിക്കും, ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. ചിത്രത്തിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിൽ ഹാൻഡിൽ എന്ന ഭാഗം ഇല്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതൊരു സ്ക്വയർ ഫയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്കിൻ്റെ രീതിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സ്ക്വയർ ഫയൽ കാണാൻ പറ്റും. ചെറിയൊരു സ്ക്വയറുള്ള ഒരു ഹോൾ ഉണ്ട് അല്ലേ. ആ ഹോള് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഹോളിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ, അതായത് സ്ക്വയറിലുള്ള ഹോളിൻ്റെ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഹോളിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, എൻലാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കോർണറുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ക്വയർ ഫയൽ എന്നുള്ള ടൂള് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിങ്ങും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത 2 ഫയലുകളാണ് പില്ലർ ഫയലും റൗണ്ട് ഫയലും. ആദ്യം നമുക്ക് പില്ലർ ഫയൽ എന്താ നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നാരോ വർക്ക് സച്ച് ആസ് കീവേസ്, സ്ലോട്ട്സ് ആൻഡ് ഗ്രൂവ്സ്. പില്ലർ ഫയൽ എന്ന് പറയുന്ന ടൂള്, പില്ലർ ഫയൽ എന്ന് പറയുന്ന ഫയൽ ചെറിയ വർക്കുകൾ, നാരോ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് കീവേകൾ, സ്ലോട്ടുകൾ, ചെറിയ ഗ്രൂവ്സ് അതൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എൻലാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പില്ലർ ഫയലുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഫയൽ നോക്കാം, റൗണ്ട് ഫയൽ. പേരിൽ തന്നെ നമുക്ക് കിട്ടും എന്തിനാണ് റൗണ്ട് ഫയൽ എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതിൽ പോയിന്റ് നോക്കാം, ദീസ് ആർ യൂസ്ഡ് ഫോർ ഫയലിംഗ് കർവ്ഡ് സർഫസസ് ആൻഡ് എൻലാർജിങ് റൗണ്ട് ഹോൾസ്. എന്താ പറയുന്നത്, കർവായിട്ടുള്ളത് അല്ലേ, കർവായിട്ടുള്ള സർഫസുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹോള് എൻലാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഹോളിൻ്റെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൗണ്ട് ഫയൽ എന്നുള്ള ടൂൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതൊരു റൗണ്ട് ഫയലാണ്. നമുക്കതിൻ്റെ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയായിരിക്കുന്നത്. വീതി കുറഞ്ഞിട്ടുള്ള ഒരു ട്യൂബ് പോലെയാണ് എന്ത് റൗണ്ട് ഫയൽ കാണുന്നത്. അതിന് ചുറ്റോറം എന്തുണ്ട്, ടീത്തുകൾ കട്ട് ചെയ്തിട്ടുള്ളത് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട്, റൗണ്ട് ഫയൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ഫയൽ വെച്ചിട്ട് ഒരു റൗണ്ട് ഹോൾ ഫിനിഷ് ചെയ്യുന്ന രീതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലത്തെ ചെറിയ റൗണ്ട് ഹോളുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ റൗണ്ട് ഹോളിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൗണ്ട് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചിത്രം സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തിനാണ് റൗണ്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ഒരു ഹോളിൻ്റെ സൈസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടോ അഥവാ എൻലാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ഹോള് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റൗണ്ട് ഫയലുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ട്രയാങ്കുലർ ഫയലാണ്. എന്താണ് ട്രയാങ്കുലർ ഫയൽ നോക്കാം. ദീസ് ആർ യൂസ്ഡ് ഫോർ റെക്റ്റാങ്കുലർ കട്ട്സ് ആൻഡ് ഫയലിംഗ് കോർണേഴ്സ് ലെസ് ദാൻ 90 ഡിഗ്രി. അതായത് 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രയാങ്കുലർ ഫയൽ ഉപയോഗിക്കുന്നത്. 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസ്, നമ്മൾ 90 ഡിഗ്രിയുള്ള ആംഗിൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫയൽ യൂസ് ചെയ്യാം. അതിൽ കുറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള കോർണർ 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയാങ്കുലർ ഫയൽ ഉപയോഗിക്കുന്നത്. അടുത്തൊരു ഫയലാണ് ഹാഫ് റൗണ്ട് ഫയൽ എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദ ഫയൽ ഈസ് യൂസ്ഡ് ഫോർ റൗണ്ട് കട്ട്സ് ആൻഡ് ഫയലിംഗ് കർവ്ഡ് സർഫസ്. നേരത്തെ റൗണ്ട് ഫയലിന് പറഞ്ഞ പോലെ തന്നെയാണ് ഹാഫ് റൗണ്ട് ഫയലും ഉപയോഗിക്കുന്നത്. കർവ് സർഫസും അതുപോലെ റൗണ്ട് സർഫസും കട്ട് ചെയ്യുന്നതിനും ഫയൽ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ട്രയാങ്കുലർ ഫയലാണ്. നമുക്ക് അതിൻ്റെ ചിത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് അതിന് ട്രയാങ്കുലർ ഫയൽ എന്നുള്ളത്. 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ടൈപ്പ് ഫയലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഹാഫ് റൗണ്ട് ഫയലാണ്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അടിയിലത്തെ ഭാഗം, സൈഡിലുള്ള ഭാഗത്തിൻ്റെ ഷേപ്പ് ക്രോസ് സെക്ഷൻ ആയിട്ട് അവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് റൗണ്ട് ചിത്രം മേലെ കാണാൻ പറ്റും. ആ ഒരു ഷേപ്പിലാണ് ഫയലിൻ്റെ അടിഭാഗം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ചിത്രത്തിൽ ചെയ്യുന്നുണ്ടോ ഒരു ഹാഫ് റൗണ്ട് പോലത്തെ സർഫസുകൾ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിക്കുന്നത്. ചിത്രം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. അടുത്ത ഈ ഒരു ചിത്രം കാണുന്നതും ഹാഫ് റൗണ്ട് ഫയലാണ്. ഇതിന് താഴത്തെ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും, മേലെ ഒരു പൊന്തിയിട്ടുള്ള ഭാഗമായിരിക്കും, ഒരു ഹാഫ് റൗണ്ട് ഷേപ്പിലുണ്ടായിരിക്കും. അത് കാരണമാണ് അതിന് ആ പേരും ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ഫയലാണ് നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറയുന്നത്. നൈഫ് എഡ്ജ് ഫയൽ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ഫോർ ഫയലിംഗ് നാരോ സ്ലോട്ട്സ്, നോച്ചസ് ആൻഡ് ഗ്രൂവ്സ്. ഈ ഫയലും യൂസ് ചെയ്യുന്നത് നാരോ ആയിട്ടുള്ള സ്ലോട്ടുകളും അതുപോലെ നോച്ചുകളും ഗ്രൂവൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നൈഫ് എഡ്ജ് ഫയലുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൈഫ് എഡ്ജ് ഫയൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. നോക്കുക, അതിന് ക്രോസ് സെക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ പോലെ, ഒരു നൈഫിൻ്റെ എഡ്ജ് പോലെ ഒരു ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് അവിടെ മേലെ ചിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ലോട്ട്സുകൾ അതുപോലെ നാരോ ആയിട്ടുള്ള നോച്ചൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരം ഫയലുകളാണ് നമ്മുടെ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫയലുകൾ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്?
ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫയലുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം പഠിച്ചത് ഫ്ലാറ്റ് ഫയലായിരുന്നു. ഫ്ലാറ്റ് ഫയലിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഹാൻഡ് ഫയൽ, സ്ക്വയർ ഫയൽ, പില്ലർ ഫയൽ, റൗണ്ട് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, നൈഫ് എഡ്ജ് ഫയൽ. ഇത്തരം പ്രധാനപ്പെട്ട 8 ഫയലുകൾ, ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന 8 ഫയലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതുകൂടാതെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയലുകൾ അതിൻ്റെ ടീത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ കട്ട് ഫയലെന്നും ഡബിൾ കട്ട് ഫയലെന്നും നമ്മൾ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ റഫ്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത്, അങ്ങനെ ഒരുപാട് തരംതിരിവ് വേറെയുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു ഫയലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ അനുസരിച്ചിട്ട് ഫയലുകളെ ഏതെല്ലാം രീതിയിൽ തരംതിരിക്കാം എന്ന മെത്തേഡുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം പഠിച്ച ഫ്ലാറ്റ് ഫയലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന സ്ക്വയർ ഫയലൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള പോർഷൻ എൻലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു. അതുപോലെ ട്രയാങ്കുലർ ഫയൽ പറഞ്ഞു, 90 ഡിഗ്രിയിൽ കുറവുള്ള ആംഗിൾസ് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രയാങ്കുലർ ഫയൽ യൂസ് ചെയ്യുന്നത്. ഹാഫ് റൗണ്ട് ഫയലുകളും റൗണ്ട് ഫയലും യൂസ് ചെയ്യുന്നത് കർവായിട്ടുള്ള സർഫസ്, അതുപോലെ റൗണ്ട് സർഫസ് എൻലാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പറഞ്ഞു. പിന്നെ നൈഫ് എഡ്ജ് ഫയലുകൾ ചെറിയ സ്ലോട്ട്സുകളും നോച്ചസുകളൊക്കെ ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നൈഫ് എഡ്ജ് ഫയലും യൂസ് ചെയ്യുന്നത്.